മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം. വ്യാപകമായി അഴിമതി ആരോപണങ്ങളും പരാതികളും ഉയർന്നതോടെ യൂണിയൻ പിരിച്ചുവിട്ട് സർക്കാർ ഉത്തരവിറക്കിയതിലാണ് പ്രതിഷേധം. പിരിച്ചുവിട്ട കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്ന് മിൽമ ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. UDF സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ആരോപണം. എല്ലാം തെളിയിക്കേണ്ടതാണ്. തെളിയിക്കുന്നതിന് മുമ്പ് ശിക്ഷിക്കപ്പെട്ട പോലെ തോന്നി. അതൊരു രാഷ്ട്രീയ പ്രേരിതമാകാം എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ തെറ്റുകൾക്ക് നമ്മൾക്ക് 7 ദിവസം മുമ്പ് നോട്ടീസ് തരികയും നോട്ടീസിനുള്ള വിശദീകരണം കൊടുക്കുകയും ചെയ്തതിന് ശേഷം തെറ്റ് കണ്ടെത്തുമ്പോഴാണ് പിരിച്ചുവിടൽ നടപടി നടത്തുന്നത്. സാധാരണമായി ഇതൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഒരു നോട്ടീസ് പോലും കൈപ്പറ്റാതെ വരുമ്പോൾ ചെയർപേഴ്സന്റെ മുറി പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് വളരെ അപലപനീയമാണ്. വളരെ സങ്കടം തോന്നിയ കാര്യമാണ്. ഇതെല്ലാം ഇങ്ങനൊരു രാഷ്ട്രീയപരമായ കളി നടത്തിയത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സുരേഷ അയലൂർ വിവരങ്ങളുമായുണ്ട്. സുരേഷ, ഈ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ നടപടി തികഞ്ഞ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് പിരിച്ചുവിടപ്പെട്ട അംഗങ്ങൾ പറയുന്നത്. പക്ഷേ വ്യാപകമായ ക്രമക്കേടുകളും ആഭ്യന്തര അന്വേഷണവും ഒക്കെ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നടപടി ഉണ്ടാകുന്നത്. അതെ മാധു, അത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരുന്നത്. അതായത് കഴിഞ്ഞ മാസം ഈ മാസം 25-ാം തീയതിയാണ് ഈ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവിറങ്ങുകയും ചെയ്യുന്നത്. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഉറപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ പ്രധാനമായും ഈ ബോർഡ് അംഗങ്ങൾ പറയുന്ന ഒരു കാര്യം, അവർ അറിഞ്ഞത് ഇത് മാധ്യമങ്ങളിലൂടെയാണ്. ഇത്തരത്തിൽ ബോർഡ് പിരിച്ചുവിട്ടു എന്ന കാര്യം അറിയുന്നത് പോലും മാധ്യമങ്ങളിലൂടെയാണ്. കൃത്യമായി അംഗങ്ങളെ അറിയിക്കാനോ അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഇവർക്ക് നൽകാനോ ഉത്തരവിന്റെ പകർപ്പ് നൽകാനോ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് അത് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഭരണമാറ്റം വന്നതോടുകൂടി പ്രതികാര നടപടി എന്ന രീതിയിലാണ് UDF സർക്കാർ ഇപ്പോൾ ഇടപെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഭരണസമിതി അംഗങ്ങൾ, ഇപ്പോൾ പിരിച്ചുവിട്ട ഭരണസമിതി അംഗങ്ങൾ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നിലവിൽ ഇപ്പോൾ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ പ്രകാരം ഗുരുതരമായ ആരോപണങ്ങൾ, അത് ശബരിമലയിലേക്ക് ഗുണനിലവാരമില്ലാത്ത നെയ്യ് അയച്ചതുൾപ്പെടെ ഗുരുതരമായ ക്രമക്കേടുകളാണ് എണ്ണി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിലൊരു പരിശോധന നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വകുപ്പ് ഡയറക്ടറുടെ അന്വേഷണം നടക്കുമ്പോൾ ബന്ധപ്പെട്ട ബോർഡ് അംഗങ്ങളുടെ ഒന്നും പ്രതികരണമോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ പോലും അവരുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ ഈ റിപ്പോർട്ടിൽ തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി പ്രധാനമായും ബോർഡ് അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഴിമതി നടന്നു എന്ന് പറയുമ്പോൾ, സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കാണിച്ചു നൽകേണ്ട അല്ലെങ്കിൽ ബോർഡ് അംഗങ്ങളോട് ഒരു കണക്ക് ചോദിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഈ അന്വേഷണം നടത്തിയവർ എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ ബോർഡ് അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് ബോർഡ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാസം അവസാനം നടക്കേണ്ട ഈ ഫെഡറേഷൻ തിരഞ്ഞെടുപ്പ് അത് അനിശ്ചിതത്വത്തിലാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു നിയമക്കുരുക്കിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുമെന്നുള്ളതാണ്. നിയമപരമായി തന്നെ ഈ വിഷയങ്ങളെ നേരിടുക, അത് ക്രമക്കേടിന്റെ കാര്യത്തിലായാൽ പോലും കൃത്യമായ റിപ്പോർട്ടിൽ പറയുന്ന ഏതാണ്ട് 85 ലക്ഷം രൂപയുടെ നഷ്ടം മിൽമയ്ക്കുണ്ടായി എന്നുള്ളതാണ്. ഈ നെയ്യ് മറിച്ചുവിറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള നടപടി എന്ന് ആരോപിക്കുന്നവർ ഈ ക്രമക്കേടിന് മറുപടി പറയുന്നുണ്ടോ സുനിഷ? മധു, അവർ ആ ക്രമക്കേടിന് മറുപടിയായി പറയുന്നത് ഇത്തരത്തിൽ, അതായത് ടെൻഡർ നടപടികൾ മുതൽ പിന്നീട് അങ്ങോട്ട് ചെയ്തതെല്ലാം സുതാര്യമായിരുന്നു എന്നുള്ളതാണ് ബോർഡ് അംഗങ്ങൾ പറയുന്നത്. പക്ഷേ ക്രമക്കേടുകൾ നടന്നിട്ടില്ല. 83 ലക്ഷത്തിന്റെ കണക്ക് വന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് കള്ളക്കണക്കാണ്, അത് കൃത്യമായ കണക്കല്ല എന്നുള്ളതാണ് ബോർഡ് അംഗങ്ങൾ പറയുന്നത്. അതായത് ഈ പറയുന്ന വികസന വകുപ്പിന്റെ ഡയറക്ടറും അത് സർക്കാരിന്റെ ഭാഗമല്ലേ, അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, ആ റിപ്പോർട്ടിൽ തൃപ്തിയില്ല എന്ന കാര്യം കൂടി ബോർഡ് അംഗങ്ങൾ ആവർത്തിച്ചു പറയുന്നു. അതിനാണ് അവർ ഉദാഹരണമായി പറഞ്ഞത് ഈ ബോർഡ് അംഗങ്ങളോടോ MD-യോടോ ചെയർമാനോടോ പോലും കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കാൻ തയ്യാറായിട്ടില്ല ഈ റിപ്പോർട്ട് അന്വേഷിച്ചവർ എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഉയർത്തുന്നത്. അതായത് ദേവസ്വം ബോർഡ് കൃത്യമായി ഈ പരാതി, ദേവസ്വം ബോർഡിന് പരാതി ഉണ്ടായിരുന്നില്ല, അവർക്ക് കൃത്യമായാണ് നൽകിയത്. ഈ ടെൻഡർ നടപടികളിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടതിൽ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. അന്വേഷണം നടന്ന തീരുമാനമുണ്ടാകുന്നതിന് മുൻപ് നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ താൽപര്യമാണ് UDF എന്ന ആരോപണം കൂടി ഉന്നയിക്കുകയാണ് മുൻ ഭരണസമിതി.